L2 എമ്പുരാൻ നട്ടപ്പാതിരയ്ക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ് മോനെ പിശാചിനെ. ഇപ്പോൾ ട്രെയിലറിൽ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് രാത്രി വരാൻ കാരണം ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലീക്ക് കൂടുതൽ ആളുകളിൽ ഇടയിലേക്ക് ലീക്കായിട്ട് എത്തുന്നതിന് മുമ്പ് അവർ തന്നെ ട്രെയിലർ റിലീസ് ചെയ്യുക എന്നുള്ള രീതിയിൽ നട്ടപ്പാതിരയ്ക്ക് റിലീസ് ചെയ്തതാണ്. പ്രസൻറ്റിംഗ് ദി L2 എമ്പുരാൻ ട്രെയിലർ. റിമെമ്പർ ഇറ്റ്സ് യു ഹു സമൻഡഡ് ദ ഡെവൽ അറ്റ് ദിസ് ഹവർ. ഈ മണിക്കൂറിൽ നിങ്ങളാണ് പിശാചിനെ വിളിച്ചു വരുത്തിയത് എന്നാണ് ടൈറ്റിൽ ഇട്ടിട്ടുള്ളത്. എന്നാലും നമുക്ക് ട്രെയിലർ നോക്കാം. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. ലാലേട്ടനെ കുറിച്ച് തന്നെയാവൂടെ? ഡെഫിനറ്റ്ലി എന്നെ പിന്തുടരുന്നവരായിരിക്കും എൻ്റെ പിന്തുടർച്ചക്കാർ. ഓക്കെ, ലാലേട്ടൻ തന്നെ. സ്റ്റീഫൻ ആണോ ഇബ്രാഹിം ഖുറേഷി ആണോ? PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ ബാക്കിയെ ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ടൊവിനോ, മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നു. ഗോവർദ്ധൻ. കേരളത്തിലെ കപട മതേതരവാദികൾ പുതിയ പാർട്ടി എങ്ങനെ ഉണ്ടാക്കി? അപ്പോൾ ടൊവിനോയ്ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കുമോ സുരാജ് വെഞ്ഞാറമ്മൂട്ട്? ടൊവിനോയ്ക്ക് ഒരു വില്ലൻ ഷെയ്ഡില്ലടി, വില്ലൻ ഷെയ്ഡ്. ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ राजनीति एक धंधा है हमारे देश में. പൊളിട്രിക്സ്. ഓ, ഇതില് ഇവരെങ്ങാനും ഓപ്പോസിറ്റ് ആവുമോ? ഈ ചെങ്ങാതിയുടെ ഈ ടെററാണ് ചെങ്ങാതി. ഡ്രാഗൺ ബാക്ക് തിരിഞ്ഞ് നിൽക്കുന്ന മൊത്തത്തിൽ. ഇപ്പൊ മറ്റത് വെള്ളയിലല്ലേ നമ്മൾ കണ്ടത്, ഇത് കറുപ്പിൽ ചുവപ്പ്. ടർക്കി, ലണ്ടൻ, ഫ്രാൻസ്, യമൻ, സെനഗൽ, ഇറാഖ്, ചൈന. ആ കുട്ടീൻ്റെ ടോണിലുള്ള എമ്പുരാനേ. ഓ, ഡോപ്പ് സാധനടി. അത് വല്ലാത്തൊരു സാധനമായി പോയിട്ടത്. ആ ഒരു മെയിൽ ടോണിലോ ഒരുമാതിരി മറ്റേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നില്ലോ എമ്പുരാ, ദേഷ്യം സാധനവും എല്ലാം കൂടി. മണിക്കുട്ടനും എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും പണ്ട് എപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് പേടിക്കണം? സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ഫ്രെയിംസ്, ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ്, അന്യായ ഫ്രെയിംസ്, ഒന്നും പറയാനില്ല. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യും. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ. ഈ പല പല രാജ്യങ്ങൾ, പല പല ടെറൈൻ, അതിൻ്റെ കോസ്റ്റ്യൂം, ഓ എല്ലാം കൂടി ഇതൊരു ട്രീറ്റ് തന്നെയായിരിക്കും. ഓ, സായിദ് മസൂദ്. സയ്യിദ് മസൂദിൻ്റെ സ്റ്റൈല്, പൃഥ്വിരാജ് സ്വയം വെച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ സാധനമുണ്ടല്ലോ സയ്യിദ് മസൂദിന്. ആ ഒരു തൊപ്പി, ഒരു ഭീകരമായിട്ട്, ഒരു ഹോളിവുഡ് ലെവൽ ഐറ്റാണ് ഇത്, ഒന്നും പറയാലട്ടോ. ആരാ സ്റ്റീഫൻ തിരിച്ചു വരുമോ? ഓ, ഐക്കോണിക് സാധനമാണ്. വാടാ വാടാ വാടാ.
പവർ. ഓ ഓ ഗ്രീഡ്. ഞാൻ പറഞ്ഞേ സയ്യിദ് മസൂദിൻ്റെ ഓരോ ഫ്രെയിമും അത് നോക്ക് നിങ്ങൾ, ആ സാൻഡൂണിൻ്റെ മുകളിൽ നിൽക്കുന്നത്. ഇവിടെ എന്ത് റേഞ്ച് സാധനമാണ് ഇത്. തോക്കെടുത്ത സീനൊക്കെ എൻ്റെ പൊന്നെ, ഇയാൾ സ്റ്റൈലിനടേ. എന്തിനീ പെരുമ്പാവോ ചതർന്ന് ഭയങ്കര സ്പീഡായിട്ടോ കട്ട് ചെയ്തിട്ടുള്ള ട്രെയിലർ. ടക്ക 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 ടക്കേന്ന് പറഞ്ഞിട്ടോ പോണേ. L2 എമ്പുരാൻ. But answer this one question. Who are you really? Lucifer. ലൂസിഫർ. ഓ ഓ ഓ ഒന്നും പറയാല്ല. 27th മാർച്ച് വല്ല ടൈം മെഷീനും കിട്ടി ഓടിപ്പോയിരുന്നു. അവിടെ ആ ലാസ്റ്റ് സാധനം ഉണ്ടല്ലോ, ആ ഒരു ഫ്രെയിം. ലാലേട്ടൻ വല്ല സിംഹം, ബാക്കിൽ നിന്ന് വല്ല സിംഹക്കുട്ടി വരണോ അതിന് പൃഥ്വിരാജ്. ഏതളായിട്ടും രക്ഷയില്ല. ഞാൻ നാളെ ഇനിയിപ്പോൾ രാവിലെ ഒരു 10, 11, 12 മണി 1 മണിയൊക്കെ ഇങ്ങനെ ചവിട്ടി കുത്തി നീച്ചിട്ട് 1:08 എമ്പുരാൻ്റെ ട്രെയിലർ ഇങ്ങനെ കണ്ട് ആദ്യം തന്നെ ഇരുന്ന് ആഹാന്നൊക്കെ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നു ആ ലീക്ക് ആയത് തന്നെയാണ്. അൺലിസ്റ്റ് ചെയ്തിട്ട് ആരൊക്കെയോ ഗൂഗിളത്തിൻ്റെയൊക്കെ യൂട്യൂബിൽ കൊണ്ടുപോയിട്ടത് അൺലിസ്റ്റ് ചെയ്ത ട്രെയിലറിൻ്റെ ഇതിങ്ങനെ ഷെയറായി പോയിട്ടുണ്ടാവും. അതിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ 45 ആളെ കണ്ട് അൺലിസ്റ്റിൽ വ്യൂവിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ കുറേ അധികം സ്ക്രീൻഷോട്ട്സ് ഓരോരോ സീനിൻ്റെ വന്നപ്പോൾ അവർക്ക് ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രി ഇത് ഇറക്കി വിടുന്നതാണ്. രാത്രി തന്നെ ഇറക്കി വിട്ട് വല്ലാത്ത ഒരു ഡെവിളായി പോയെണ്ണ. ഒരു രക്ഷയില്ല മക്കളെ. നട്ടപ്പാതിരയ്ക്ക് വെറുപ്പിക്കുന്നില്ല. ബാക്കിയൊക്കെ നാളെ ഒരു 10 വട്ടം കണ്ടതാ, എന്നിട്ട് അവിടെ വന്ന് ഇനി ഒരു 10 വട്ടം പോയി കാണും, എന്നിട്ടേ ഉറങ്ങും.